I'll be the last one left when the lights go out. I'm down to one last breath, but I can't stop now. നമ്മുടെ കമ്പനിയിൽ വരാൻ പോകുന്ന പ്രൊജക്ടുകൾ എന്താണെന്നും അതുപോലെ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് ശരിക്കും സ്വിഫ്റ്റ് ഡെഫിയിൽ നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഈ കമ്പനി ഡോക്ടർ ഉമർ എന്ന വ്യക്തി MD ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഡിസംബറിൽ കാണാനായിട്ട് സാധിക്കും. ദുബായിൽ വെച്ച് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം UK സിറ്റീസൺ ആണെങ്കിലും ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് US ബേസിലാണ്. വരാൻ പോകുന്ന 5 പ്രൊജക്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് സ്വിഫ്റ്റ് NFT ആണ്, അതുപോലെ സ്വിഫ്റ്റ് വാലറ്റ്, സ്വിഫ്റ്റ് കോയിൻ, അതുപോലെ സ്വിഫ്റ്റ് വേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് വരുന്നുണ്ട്, അതുപോലെ സ്വിഫ്റ്റ് ഗെയിമിംഗ്. ഇങ്ങനെ 5 പ്രൊജക്ടുകളാണ് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് തരാനായിട്ട് പോകുന്നത്. ഈ പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്വിഫ്റ്റ് ഡെഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വരാൻ പോകുന്ന പ്രൊജക്ടുകളിൽ നിന്നുള്ള പ്രോഫിറ്റിന്റെ 50% ഈ ഒരു സ്വിഫ്റ്റ് ഡെഫിയിലേക്ക് മാറ്റാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ എങ്ങനെയാണ് നമുക്കിവിടെ വരുമാനം കമ്പനി തരുന്നത് എന്നതിലേക്ക് നമുക്ക് പോകാം. ഇവിടെ 10 USDT മുതലുള്ള സീഡ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. 10 USDT, അതുപോലെ 100 USDT, 200, 500, 1000, 2000, 5000, 10,000, 20,000, 50,000, 1,00,000. 1,00,000 USDT വരെ നമുക്ക് ഈ ഒരു കമ്പനിയിൽ സീഡ് പർച്ചേസ് ചെയ്യാന്നാ പറയാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി 100 USDT ആണ് സീഡ് ബൈ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഈ കമ്പനിയിൽ നിന്നും ലഭിക്കുന്നത് 150 USDT ആയിരിക്കും. ഒരിക്കലും നമുക്ക് അവരോട് ഇത്ര ദിവസം കൊണ്ടാണ് 150 കിട്ടുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ ബിസിനസ് സിസ്റ്റം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ക്വിക്ക് മണി സിസ്റ്റം ഒന്നല്ല, ഒരാഴ്ച കൊണ്ട് ഇതിനെ ഇരട്ടിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഒന്നല്ല ഇവിടെ നടക്കുന്നത്. കൃത്യമായിട്ടുള്ള സിസ്റ്റം ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ലാഭം കമ്പനി തരുന്നത് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇവിടെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്പനിയിൽ സീഡ് ബൈ ചെയ്യുന്ന എമൗണ്ട് 4 പൂളുകളിലേക്കായി മാറുകയാണ്. ഒന്നാമത്തെ പൂൾ എന്ന് പറയുന്നത് RGI ആണ്. അതിലേക്കാണ് 50% കമ്പനി മാറ്റുന്നത്. രണ്ടാമത്തെ പൂള് SRGI ആണ്. അതിലേക്കാണ് 5% കമ്പനി മാറ്റുന്നത്. മൂന്നാമത്തെ പൂൾ എന്ന് പറയുന്നത് LB, ലെവൽ ബോണസ് കൊടുക്കാൻ വേണ്ടിയിട്ട് 25%, RB, റാങ്ക് ബോണസ് കൊടുക്കാൻ വേണ്ടിയിട്ട് 20%. നമ്മള് സീഡ് പർച്ചേസ് ചെയ്യുന്ന 100%വും ഈ ഒരു 4 പൂളുകളിലേക്കായിട്ട് മാറ്റുകയാണ്. ഇതിൽ ആദ്യത്തെ 2 പൂളിൽ വരുന്ന വരുമാനമാണ് നോൺ വർക്കിംഗ് ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ 2 പൂളുകളിൽ വരുന്ന ഇൻകമാണ് വർക്കിംഗ് ഇൻകം ആയിട്ട് നമുക്ക് ലഭിക്കുക. അപ്പൊ നമുക്കിനി അറിയേണ്ടത് എങ്ങനെയാണ് നോൺ വർക്കിംഗ് ഇൻകം കിട്ടുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും റീജനറേറ്റീവ് ഇൻകം, RGI എന്ന് ചുരുക്കപ്പേരിൽ പറയുന്നു. ഈ ഒരു RGIയിലേക്ക് വരുന്ന ഫണ്ട് നാളെ രാവിലെ 5:30 കാൽക്കുലേഷനിൽ ടോട്ടൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ടോട്ടൽ ഇന്ന് വരുന്ന ബിസിനസ് എത്രയാണോ അതിന്റെ 50% നാളെ രാവിലെ നടക്കുന്ന 5:30 നടക്കുന്ന കാൽക്കുലേഷനിൽ ടോട്ടൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ സൈറ്റിൽ കയറി കാണാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും എത്ര ബിസിനസ് ആണ് ഇവിടെ വരുന്നത് എന്നുള്ളത് അവിടെ ലൈവ് സീഡ്സ് എന്ന് കാണാനായിട്ട് സാധിക്കും. 60,030 USDT ആണ് ഇന്ന് രാവിലെ ക്ലോസിംഗിന് ശേഷം ഈ ഒരു കമ്പനിയിൽ വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ 50%, അതായത് 30,015 USDT ടോട്ടൽ യൂണിറ്റിലേക്ക്, അതായത് ഇപ്പോൾ നിലവിലുള്ള ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് 74,118 യൂണിറ്റ് ആണ്. ഈ ഒരു ടോട്ടൽ യൂണിറ്റിലേക്ക് സപ്ലൈ ആവുകയാണ്. കാരണം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 10 USDT ആണ്. 10 USDTയുടെ സീഡ് പർച്ചേസ് ചെയ്ത ആൾക്ക് 1 യൂണിറ്റ് ആണ് ലഭിക്കുന്നത്. 100 USDTയുടെ സീഡ് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് 10 യൂണിറ്റ് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 യൂണിറ്റ് വാങ്ങിയ ആൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 10 ഇരട്ടി ആയിരിക്കും
10 യൂണിറ്റ് വാങ്ങിയ ആളുകൾക്ക് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ഒരു 10 USDT ആണ് ബൈ ചെയ്തത്, ബെന്നി സാറ് ഒരു 100 USDT ആണ് ബൈ ചെയ്തതെങ്കിൽ എനിക്ക് കിട്ടുന്ന നാളെ രാവിലെ കിട്ടുന്ന ഇംഗത്തിന്റെ 10 ഇരട്ടിയായിരിക്കും ബെന്നി സാറിന് ലഭിക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഒരേ ദിവസമാണ് ഇതിൽ നിന്ന് പൂൾ ഔട്ട് ആവുക. എനിക്ക് 10-15 ആവുന്നതും ബെന്നി സാറിന് 100-150 ആവുന്നതും ഒരേ ദിവസം തന്നെയായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ എന്റെ 10 എപ്പോഴാണോ 15 ആവുക എന്നുള്ളത് ഒരിക്കലും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇത്ര ദിവസം കൊണ്ടാണ് 15 ആവുന്നത്, അല്ലെങ്കിൽ 100 USDT ബൈ ചെയ്ത ആളുകൾക്ക് ഇത്ര ദിവസം കൊണ്ടാണ് 150 ആവുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ നടക്കുന്ന ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ് അത് ലഭിക്കുക. ഇപ്പോഴത്തെ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഇത് ക്ലോസിംഗ് ആയിട്ടില്ല, രാവിലെ 5:30 വരെയാണ് ഇവിടെ ലൈവ് സീഡ്സ് കൂടിക്കൊണ്ടുവരിക, അതുപോലെ ലൈവ് യൂണിറ്റ്സിലും മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ 60,030ന്റെ 50%. സാറേ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാവോ? 60,030ന്റെ 0.404 USDT ബൈ ചെയ്ത ആൾക്ക് നാളെ ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് 0.40 ആണ്. അപ്പോൾ 100 USDT ബൈ ചെയ്ത ആൾക്ക് ലഭിക്കുന്നത് 4.0, അതായത് 4% നാളെ ഇതുവരെയുള്ള ബിസിനസ്സിൽ നാളെ ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിനൊരു കാൽക്കുലേഷൻ വരുന്നത്. തീർച്ചയായിട്ടും ഒരു ദിവസം ഇത്ര ശതമാനം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരെയും ഈ ഒരു ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ നടക്കുന്ന ബിസിനസ്, ഇവിടെ ഡെയിലി നടക്കുന്ന ബിസിനസിന്റെ പേഴ്സൻറ്റേജ് ആണ് ലഭിക്കുക എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് മാത്രം ആളുകളെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനായിട്ടുള്ളത്. കാരണം നമുക്ക് ഇവിടെ ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓരോ കസ്റ്റമർക്കും ഈ ഒരു സൈറ്റ് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അവരോട് ബിസിനസ് സംസാരിക്കാം. ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് ലൈഫ് ടൈം ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം, കമ്പനിക്ക് ആഗ്രഹം. കാരണം ഉമർ സാറ് ഈ ഒരു ബിസിനസ്സിനെ കാണുന്നത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തുകൊണ്ട് മറ്റുള്ള പ്രൊജക്ടുകൾ കൂടി നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ്. ഒരിക്കലും അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഒരു ക്വിക്ക് മണി കൊണ്ടുപോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ല. കാരണം ഇവിടെ ഫണ്ട് ഹോൾഡിംഗ് ഇല്ല. ഇവിടെ വരുന്ന ഫണ്ടൊക്കെ നമുക്ക് തന്നെ തിരിച്ചു തരികയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് RGI ആണ്, റീജനറേറ്റീവ് ഇൻകം ആണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ രണ്ടാമത്തെ വരുമാനം SRGI ആണ്. SRGI എന്ന് പറയുന്നത് കമ്പനി SRGIയിലേക്ക് മാറ്റുന്നത് 5% ആയിരിക്കും. ഓരോ ബിസിനസ് വരുമ്പോഴും അതിൽ 5% ആണ് SRGIയിലേക്ക് ചേഞ്ച് ആക്കുന്നത്. ഈ ഒരു 5% കമ്പനി ഹോൾഡ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, എന്തെങ്കിലും പുതിയ ബിസിനസ് വരുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ 0.25% കുറവാണ് ഒരു വ്യക്തിക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഒരു ദിവസം വരുമാനം കിട്ടുന്നതെങ്കിൽ ഈ SRGI പൂളിൽ നിന്നായിരിക്കും ആളുകളിലേക്ക് വരുമാനം പോകുന്നത്. ഇതൊരു ഹോൾഡിംഗ് ഫണ്ടാണ്. ഈ 5% എന്ന് പറയുന്നത് കമ്പനി ഹോൾഡ് ചെയ്യുന്ന ഫണ്ടാണ്. കാരണം ഇത് എന്തെങ്കിലും വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്ക് കിട്ടുന്ന വരുമാനം കുറയുമ്പോഴാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യം ഇവിടെ വരുന്നത്. കമ്പനിയിൽ വരുന്ന മിസ്ഡ് ബോണസുകളും അതുപോലെ തന്നെ എക്സസ് വരുന്ന എമൗണ്ടുകളൊക്കെ മാറ്റിവെക്കുന്നത് ഈ ഒരു SRGI പൂളിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ വളരെ ധൈര്യപൂർവ്വം ഈ ബിസിനസ് ചെയ്യാം. കാരണം പുതിയ ബിസിനസ് വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മളിലേക്ക് വരുമാനം തരാൻ വേണ്ടിയിട്ട് കമ്പനി ഇവിടെ ഒരു ഹോൾഡിംഗ് ഫണ്ട് നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമത്തെ ഇൻകം 25% പോകുന്നത് ലെവൽ ബോണസിന് വേണ്ടിയാണ്. ആദ്യം പറഞ്ഞ 2 വരുമാനവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സീഡ് ബൈ ചെയ്താൽ മാത്രം മതിയാകും. പക്ഷേ രണ്ടാമത്തെ സെഷൻ, അതായത് മൂന്നാമത്തെ ഇൻകവും 4ാമത്തെ ഇൻകവും കിട്ടണമെങ്കിൽ നമ്മൾ ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളതാണ്. ലെവൽ ബോണസിന് വേണ്ടി കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത് 25% ആണ്. അത് 18 ലെവലുകളിലായിട്ടാണ് കമ്പനി കൊടുക്കുന്നത്. ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ലെവലിൽ 10% സെക്കൻഡ് ലെവലിൽ 4%, തേർഡ് ലെവൽ 3, ഫോർത്ത് ലെവൽ 2, ഫിഫ്ത്ത് ലെവൽ 1, അങ്ങനെ 18 ലെവലിലേക്കാണ് കമ്പനി 25% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിൽ 18ാമത്തെ ലെവലിൽ 0.25% ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ലെവൽ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എന്റെ റഫർ ലിങ്ക് ഉപയോഗിച്ചിട്ട് 10 പേര് ഈ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ആ 10 പേരും എന്റെ ഫസ്റ്റ് ലെവലാണ്. ആ 10 പേരുടെയും റഫർ ലിങ്ക് ഉപയോഗിച്ച് വരുന്നവരൊക്കെ എന്റെ സെക്കൻഡ് ലെവലായിരിക്കും. അങ്ങനെ 18 ലെവലിലാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്.
ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കിട്ടുന്ന RGI ഇൻകവും SRGI ഇൻകവും ലെവൽ ഇൻകവും റാങ്ക് ബോണസും ഒക്കെ ചേർത്തിട്ടായിരിക്കും നമ്മുടെ $100 150 ആവുന്നത്. കാരണം ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ ഫണ്ട് 150ലേക്ക് മാറുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി വന്നാലും റീടോപ്പ് അപ്പ് നടന്നുകൊണ്ടേയിരിക്കും. കാരണം ഞാനിപ്പോ ഈ ബിസിനസ്സിൽ വന്നു, $100 ഇൻവെസ്റ്റ് ചെയ്തത്. എനിക്ക് നല്ലൊരു ടീമുണ്ട്. ഞാൻ 150 കിട്ടിയിട്ട് പൂൾ ഔട്ടായി. ഞാനത് റീടോപ്പ് അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ ഒരു ഇൻകവും ലഭിക്കില്ല. ലെവൽ ഇൻകം ലഭിക്കില്ല, റാങ്ക് ഇൻകം ലഭിക്കില്ല, RGI ഇൻകം ഒന്നും ലഭിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ റീടോപ്പ് അപ്പ് ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ വരുമ്പോ ഈ ഒരു ബിസിനസ്സിൽ വരുന്ന 10 ലക്ഷം കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു 5% അല്ലെങ്കിൽ 10% മെമ്പേഴ്സ് എങ്കിലും റീടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് പുതിയ ബിസിനസ്സായി വരികയും വീണ്ടും അതിന്റെ 50% എല്ലാ ഇൻവെസ്റ്റേഴ്സിലേക്കും അല്ലെങ്കിൽ എല്ലാ സീഡ് ബൈ ചെയ്ത ആളുകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നതാണ്. ഈ ലെവൽ ഇൻകത്തിന് 2 കണ്ടീഷൻ കമ്പനി പറയുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ഞാനിപ്പോ പറഞ്ഞു തന്നെയാണ്. ഞാൻ ബെന്നി സാറിന്റെ കെയർ ഓഫിൽ വന്നൊരു വ്യക്തിയാണ്. ഞാൻ എന്റെ കെയർ ഓഫിൽ ഒരു ദീപു എന്ന് പറയുന്ന ആളെ ഞാൻ റെഫർ ചെയ്തു. അങ്ങനെ എന്റെ എമൗണ്ട് $100 150 ഞാൻ പൂൾ ഔട്ടായി. ഞാനത് റീടോപ്പ് അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ദീപു ചെയ്യുന്ന ബിസിനസിന്റെ 10% കിട്ടുന്നത് ബെന്നി സാറിനായിരിക്കും. എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയിലേക്ക് ദീപു ഡൈവേർട്ട് ആവും അല്ലെങ്കിൽ ബൈപ്പാസ് ആവും. ഇതിനെ കംപ്രഷൻ എന്നാണ് പറയാ. പിന്നീട് എപ്പോഴാണോ ഞാൻ ഇത് റീടോപ്പ് അപ്പ് ചെയ്യുന്നത് ആ സമയത്ത് പഴയതുപോലെ തന്നെ തിരിച്ചു വരുന്നതാണ്. അതിനൊരിക്കലും ഒരു ടൈം ലിമിറ്റ് ഇല്ല. ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട്, ഒരു കംപ്രഷൻ സിസ്റ്റം ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് 18 ലെവലിൽ നിന്നല്ല ഇൻകം ലഭിക്കുക, 50ാമത്തെ ലെവലിൽ നിന്നും 60ാമത്തെ ലെവലിൽ നിന്നൊക്കെ വരുമാനം മുകളിലേക്ക് കയറി വരാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, ഇവിടെ 5 റാങ്ക് വരെ മാത്രമേ നോർമലായിട്ട് ഒരാൾക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. 6ാമത്തെ ലെവല് മുതൽ 18ാമത്തെ ലെവല് വരെ വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് റാങ്കിൽ എത്തിയിരിക്കണം. ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 1000 USDT മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലെഫ്റ്റ് ഗ്രൂപ്പിൽ 1000 ഉണ്ടാവണം, റൈറ്റ് ഗ്രൂപ്പിൽ 1000 ഉണ്ടാവണം. ഇങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തുള്ളൂ. ഫസ്റ്റ് റാങ്കിൽ എത്തിയാൽ മാത്രമേ 6ാമത്തെ ലെവല് മുതൽ 18ാമത്തെ ലെവല് വരെയുള്ള വരുമാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ കമ്പനി കൊണ്ടുവരാനുള്ള ഒരു റീസൺ, ഈ ഒരു ലെവൽ പ്ലാനിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇപ്പോ ഞാൻ ബെന്നി സാറിന്റെ കയ്യിൽ നിന്ന് ലിങ്ക് മേടിച്ചു, ഞാനൊരു എൻട്രി അടിച്ചു. പിന്നീട് ഞാൻ ചെയ്യുന്നത് അതിന്റെ റഫറിൽ അടുത്തൊരു ഐഡിയ അടിക്കും, അതിന്റെ റഫറിൽ നെക്സ്റ്റ് ഒരു ഐഡിയ അടിക്കും, അതിന്റെ റഫറിൽ എടുത്ത് വീണ്ടും ഐഡിയ അടിക്കും. അങ്ങനെ നമ്മുടെ പേരിൽ തന്നെ കുറെ ഐഡിയകൾ അടിച്ച് അതിന്റെ ഏറ്റവും ഡെപ്തിലാണ് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ 10% ഒന്നാമത്തെ ലെവലിൽ എനിക്ക് കിട്ടും, ഫസ്റ്റ് ലെവൽ കിട്ടും, സെക്കൻഡ് ലെവൽ എനിക്ക് കിട്ടും, തേർഡ് ലെവൽ എനിക്ക് കിട്ടും, ഫോർത്ത് ലെവൽ എനിക്ക് കിട്ടും. ശരിക്കും ബെന്നി സാറിന്റെ അടുക്ക് എത്തുമ്പോൾ ഇത് 18ാമത്തെ ലെവൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ പ്ലാനിൽ അങ്ങനെ ഒരു സിസ്റ്റം നടക്കില്ല. കാരണം ഇവിടെ 5 ലെവൽ വരെ മാത്രമേ കണ്ടീഷൻ ഇല്ലാതെ കിട്ടുള്ളൂ. 6ാമത്തെ ലെവൽ മുതൽ കിട്ടണമെങ്കിൽ റാങ്ക് ആവണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വർക്ക് ചെയ്യുന്ന ലീഡേഴ്സ് ഒക്കെ സേഫ് ആയിരിക്കും. 100ാമത്തെ ലെവലിൽ നിന്ന് പോലും കംപ്രഷനായിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ റാങ്ക് ആവാത്തവരുടെ ടീമിൽ നടക്കുന്ന ബിസിനസ് അപ്ലൈനിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ 100ാമത്തെ ലെവലിൽ നിന്ന് പോലും നമുക്ക് വരുമാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ലെവൽ ഇൻകത്തിന്റെ 2 കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ വരുന്നത് റാങ്ക് ഇൻകമാണ്. 20% കമ്പനി റാങ്കിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. 6 റാങ്കുകളാണ് ഇവിടെ ഉള്ളത്: ബ്രൗൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട്, ക്രൗൺ ഡയമണ്ട്. ബ്രൗൺസ് ആവാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് $1000 ലെഫ്റ്റും $1000 റൈറ്റും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രൗൺസ് റാങ്കിലേക്ക് വരുന്നുണ്ടാവും. ഇവിടെ കമ്പനി മാറ്റി വെച്ചിരിക്കുന്ന ഇൻകം നാളെ രാവിലെ കട്ട് ഓഫിന്റെ സമയത്തായിരിക്കും എത്ര ആളുകളാണോ ഈ റാങ്കിൽ എത്തിയിട്ടുള്ളത് അത്രയും ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ഇന്നത്തെ 8% കമ്പനി ബ്രൗൺസ് റാങ്കിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. ഇന്നത്തെ 8% എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, $4802 ആണ്. $4802.4 ഇപ്പൊ നിലവിൽ 286 ആളുകളാണ് ഈ ഒരു റാങ്കിലുള്ളത്.
286 മെമ്പേഴ്സാണ് ഇപ്പോൾ ബ്രോൺസ് റാങ്കിലുള്ളത്. നാളത്തെ രാവിലത്തെ കട്ട് ഓഫിൽ ഈ ഒരു ടോട്ടൽ എമൗണ്ട് 286 ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നതാണ്. രണ്ടാമത്തെ റാങ്ക് എന്ന് പറയുന്നത് സിൽവർ ആണ്. സിൽവറിന് വേണ്ടിയിട്ട് കമ്പനി മാറ്റിവെച്ചിരിക്കുന്നത് $4 ഇന്ന് സിൽവർ റാങ്കിലുള്ളത് 26 മെമ്പേഴ്സാണ്. $2401.2 സിൽവർ റാങ്കിന് വേണ്ടിയിട്ട് 4% മാറ്റിവെച്ചപ്പോ ഇന്ന് അവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. ഈ ഒരു എമൗണ്ട് ടോട്ടൽ ഇത്രയും മെമ്പേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവും. സിൽവർ റാങ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കണ്ടീഷനാണ് ഉള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 10,000 USDT മാച്ച് ആവണം. അതുപോലെ നമ്മുടെ 2 ലെഗിലും ഓരോ ബ്രൗൺസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ലെഫ്റ്റ് ഗ്രൂപ്പിൽ ഒരു ബ്രൗൺസ് ഉണ്ടാവണം. എവിടെയെങ്കിലും നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്ത ആളുകളാവണമെന്നില്ല. ആ ഒരു ടോട്ടൽ ടീമിൽ ഒരു ബ്രൗൺസ് വരണം. അതുപോലെ റൈറ്റ് ഗ്രൂപ്പിലും ടോട്ടൽ ടീമിൽ ഏതെങ്കിലും ഒരു ബ്രൗൺസ് വന്നു കഴിഞ്ഞാൽ $10,000 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിൽവർ റാങ്കിലേക്ക് എത്തുന്നതാണ്. അതുപോലെ മൂന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. ഗോൾഡ് റാങ്കിലേക്ക് കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത് 3% ആണ്. ഇവിടെ ഇന്ന് ടോട്ടലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 1800.3 USDT ആണ്. ടോട്ടൽ ഇന്ന് 3 പേരാണ് ഈ ഒരു റാങ്കിൽ എത്തിയിട്ടുള്ളത്. ഈ 1800 USDT ഈ 3 ആളുകളിലേക്ക് നാളത്തെ ക്ലോസിംഗിൽ ഡിസ്ട്രിബ്യൂട്ട് ആവും. ഈ ഒരു റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ട് 50,000 USDT ആണ് മാച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഗ്രൂപ്പിലും ഒരു സിൽവർ ഉണ്ടാവണം, റൈറ്റ് ഗ്രൂപ്പിൽ ഒരു സിൽവർ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ ഒരു റാങ്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഡിസംബറിൽ കമ്പനിയുടെ NFT ലോഞ്ചിങ് ദുബായിൽ വെച്ച് നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഒരു ലോഞ്ചിങ്ങിൽ നമ്മുടെ ഉമർ സാർ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു റാങ്കിൽ എത്തുന്ന ആദ്യത്തെ 10 പേർക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഫുൾ ഫ്രീ ആയിട്ട് കമ്പനി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി 3 പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും 7 പേർ കൂടി ഈ ഒരു റാങ്കിൽ എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകളിൽ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് 7 പേര് ഈ ഒരു റാങ്കിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നാലാമത്തെ റാങ്ക് എന്ന് പറയുന്നത് പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനത്തിന് വേണ്ടി കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത് 2% ആണ്. ഇതിന്റെ ക്രൈറ്റീരിയ 1 lakh മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 2 ഗ്രൂപ്പുകളിലും ഒരു ഗോൾഡ് അച്ചീവർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ കമ്പനി നിന്ന് മാറ്റി വെച്ചിരിക്കുന്നത് 1200 USDT ആണ്. ഇപ്പോൾ ഇവിടെ ആരും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് കമ്പനിയുടെ SRG എന്ന് പറയുന്ന പൂളിലേക്ക് മാറ്റി വെക്കുന്നുള്ളതാണ്. അതുപോലെ അടുത്ത റാങ്ക് എന്ന് പറയുന്നത് ഡയമണ്ട് ആണ്. ഡയമണ്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 10 lakhs USDT മാച്ച് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ 2 റാങ്കുകളിലായിട്ട് ഓരോ പ്ലാറ്റിനം അച്ചീവേഴ്സ് ഉണ്ടാവണം. ഇവിടെ കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത് 1% ആണ്. ഈ റാങ്കിൽ ഇന്ന് ആരും എത്താത്തതുകൊണ്ട് ഈ ഒരു എമൗണ്ടും കമ്പനിയുടെ SRG പൂളിലേക്ക് നമുക്ക് 0.25% കുറവ് ബിസിനസ് വന്നാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട പൂളിലേക്ക് മാറ്റുന്നതാണ്. അതുപോലെ കമ്പനിയുടെ ടോപ്പ് റാങ്ക് എന്ന് പറയുന്നത് ക്രൗൺ ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കാണ്. ഇവിടെ 1% ആണ് മാറ്റിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് 10 million ആണ് മാച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ 2 ഗ്രൂപ്പിലും ഓരോ ഡയമണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെയും ആളുകൾ എത്താത്തതുകൊണ്ട് ഈ ഒരു എമൗണ്ടും SRG പൂളിലേക്കാണ് കമ്പനി മാറ്റുന്നത്. ഇവിടെ റാങ്കിംഗത്തിന് വേണ്ടി 1%ഉം അതോടൊപ്പം തന്നെ റോയൽറ്റി 1%ഉം അങ്ങനെയാണ് കമ്പനി ഈ ഒരു റാങ്കിലെത്തിയ ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് കമ്പനിയുടെ ടോട്ടൽ ഒരു ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് സൈറ്റിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ കോപ്പി ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡിഫോൾട്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഡിഫോൾട്ട് ആണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ ഈ ലിങ്ക് നമ്മൾ ആർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാലും അവർ എൻറ്റർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ആള് ലെഫ്റ്റ്, നെക്സ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ടാവും. അതേ ലിങ്ക് തന്നെ അവർ ഉപയോഗിക്കുമ്പോൾ നമ്മളിവിടെ റൈറ്റ് എന്നുള്ള ബട്ടനാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും എൻട്രി ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ റൈറ്റ് സൈഡിലായിരിക്കും പ്ലേസ് ആവുക. നമ്മൾ എവിടെയാണോ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് അവിടെയാണ് നമുക്ക് ബിസിനസ് കയറുക എന്നുള്ളതാണ്. അതുപോലെ ലെഫ്റ്റ് ആണ് നമ്മളിവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നതെങ്കിൽ, ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് ആര് ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ആ ബിസിനസ് എൻട്രി ആവുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യവും ലിങ്ക് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലിങ്ക് മാത്രമേ കമ്പനിക്കുള്ളൂ. ആ ലിങ്ക് ആർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇവിടെ ഏതാണോ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ബിസിനസ് കയറുന്നത്.
നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് ആളുകൾ കുറവുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ലെഫ്റ്റ് എന്നുള്ളത് ഓപ്പൺ ആക്കി വെക്കാം. ഇനി റൈറ്റ് സൈഡിലാണ് നമുക്ക് മെമ്പേഴ്സിന്റെ കുറവുള്ളതെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിരിക്കും മെമ്പേഴ്സ് കയറി വരുന്നത്. ഇതാണ് കമ്പനിയുടെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്.